അറിയില്ല, നല്ല ബോർ അടിക്കുന്നുണ്ട്. കുടിക്കാൻ തോന്നുന്നുണ്ട്. ഫാനിന്റെ സൗണ്ട് കൊണ്ട് പറയണ കേൾക്കണ്ടെന്ന് അറിയില്ല. എനിക്കതിന് കുറയ്ക്കാൻ പറ്റണ്ടേ മച്ചാനെ, ഞാൻ പറയട്ടോ മച്ചാനെ. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അത് എനിക്കല്ല, അച്ഛന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. അച്ഛനുണ്ടല്ലോ ചോറ് അധികമൊന്നും തിന്നൂല, അധികം ചോറൊന്നും തിന്നൂല. ചോറ് എടുത്തു കൊടുത്താൽ ബാക്കി ഇഷ്ടം പോലെ ചോറ് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ജിമ്മിക്ക് ഇട്ട് കൊടുക്കാൻ പറയും. അതുകൊണ്ട് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കി തന്നെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. നോക്കിയോ ആട്ടപ്പൊടി കയ്യിലുണ്ടോ? ഇല്ലായിരിക്കും. ഇതാ ഈ പൊട്ടിച്ചെടുത്തോ. ഇവിടെ നോക്കിയില്ലല്ലോ. അച്ഛൻ 3 ഇടട്ടെ? 3 തിന്നണം. ഒന്നാമത് ചോറ് തിന്നണില്ലേ, അതെന്നോ നല്ല കിഡിലോസ്കി ചപ്പാത്തി. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കയ്യും ചെറുതായിട്ട് പൊള്ളിയുണ്ട്, ചെറുവിരലിൻ്റെ ഈ തട്ടത്ത് ചെറുതായിട്ട് പൊള്ളിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല ചപ്പാത്തി ഉണ്ടാക്കിയ. മാളുമാണ് എനിക്ക് പരത്തി തന്നതാ. മാളു ഓടല്ലോ. ഇപ്പൊ തിന്നോ മാളു? സമയം 2-3 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാളു അവിടെ മറ്റേ ഇതില്ലേ കണ്ണിമാങ്ങല്ലേ, അത് ഉപ്പിലിട്ടിട്ടുണ്ട്. അത് എടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വല്ല എടുത്തു കൊടുത്തിട്ട് വരാം. ഭയങ്കര ബോറടി പറഞ്ഞാൽ ഭയങ്കര ബോറടി. എന്താ പറയുക, ഒരു സ്ഥലത്ത് ഇരിക്കാനും നിൽക്കാനും തോന്നുന്നില്ല, അജാതി ബോറടി. ഇത് എടുത്തില്ലേ നീ? അപ്പോൾ കുടിച്ചോ, കുടിച്ചോ. ഒന്നാണോ 2 തിന്നോ നീ? നല്ല പൊളിയുണ്ട് മാളോ. ഒന്ന് തിന്നോ കാര്യം. നീ തിന്നോക്ക്. രസമുണ്ടോ? കയ്പുണ്ടോ? പൊടിയുണ്ടോ? ഒന്നതില്ലേ? അതാ പറഞ്ഞ ഒന്ന് മതി. വേണുണ്ട് മാളു? മുതലുണ്ടോ? കുഴപ്പമില്ലല്ലേ? ഇട്ട് വെച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് തിന്നോക്കി കേട്ടോ. അപ്പോൾ ഒരു കൈപ്പോലി പുളിയോലൊക്കെ ഉണ്ടായത്. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അറിയില്ല, നല്ല ബോർ അടിക്കുന്നുണ്ട്. കുടിക്കാൻ തോന്നുന്നുണ്ട്, കുടിക്കണ്ട തോന്നുന്നുണ്ട്. കടന്നുറങ്ങാൻ തോന്നുന്നുണ്ട്, കടന്നുറങ്ങണ്ടെന്ന് തോന്നുന്നുണ്ട്. ഗെയിം കളിക്കാൻ തോന്നുന്നുണ്ട്, ഗെയിമിനാ ഡിലീറ്റ് ആക്കി. കളിക്കാനും തോന്നുന്നില്ല. ഇപ്പോൾ റീൽസ് ആണെന്ന് തോന്നുന്നുണ്ട്. റീൽസ് കണ്ടിട്ടും കാര്യമില്ല, ടൈം വേസ്റ്റ് ആവും. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? എന്തായാലും സമയം പോയിക്കോളും. റീൽ കണ്ടില്ലെങ്കിലും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരുന്നാലും ഫ്രീ ആയിട്ട് ഇരുന്നില്ലെങ്കിലും സമയം അങ്ങനെ സമയത്തിൻ്റെ വഴിയിൽ അങ്ങോട്ട് പോയിക്കോളും. എന്തായാലും നമ്മൾ ബോറടിക്കേണ്ടി പറഞ്ഞ സമയം അവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല, സമയം പോയിക്കോളും. അതുവരെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നടിക്കുക അല്ലാതെ വേറെ ഒരു പരിപാടി ചെയ്യാം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല. ചപ്പാത്തിയാണ് ഞാൻ തിന്നത്. രാവിലെ അച്ഛനുണ്ടാക്കി കൊടുത്താണ്. അപ്പോൾ അച്ഛനും മാളും 1-2 വീതം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 3 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ ബോറടിച്ച് നിൽക്കുക. ഒറ്റയ്ക്കായി ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെറുതെ ബോറടിച്ചിങ്ങനെ ഇരിക്കും. ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് കേൾക്കണമെന്ന് വിചാരിച്ചാൽ ഒരാൾ കേട്ടിട്ട് ഞാൻ അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി. എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോഡ്കാസ്റ്റ് വെച്ചിട്ട് എനിക്ക് വെറുതെ കണ്ണടച്ചാ. പിന്നെ ഉറങ്ങിപ്പോയി. എണീറ്റ് 5:30 എണീറ്റേ. കഴിഞ്ഞിട്ട് എഡിറ്റ് കഴിഞ്ഞ് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റ് 8:15 ആയപ്പോൾ ചൂടെടുക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂടെടുക്കുന്നുണ്ട്. ഫാനാണോ? എരിയുണ്ടോ? എരിയുണ്ടെങ്കിൽ പറഞ്ഞോ. ചൂടുവെള്ളം കുടിച്ച് എരിവ് പോയിക്കോളൂ. സ്റ്റീലിന്റെ ഗ്ലാസ് മാറി കുടിച്ച് ആ സ്റ്റീൽ അതിലെന്താ മണു? അതിലുണ്ട് ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് കൈ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതിലെന്താ ഉണ്ടായത്? അതാ മൂപ്പര് ഇങ്ങനെ കുടിക്കത്. ആളെ ഇഗ്നോർ ചെയ്യണമെന്ന് വിചാരിച്ചോ, പക്ഷെ പാവം ഒറ്റയ്ക്ക് ഇരിക്കുക അവിടെ. അപ്പോൾ ബോറടിച്ചിരിക്കാതെ. അപ്പോൾ ഞാനെങ്ങനെ ഇഗ്നോർ ചെയ്യാം? ഞാനിങ്ങനെ ഓരോ ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിനെ ചിരിപ്പിക്കുക. അവളെ ബോറടി ഇങ്ങനെ മാറ്റുക. പാപ്പൻ്റെ മോളെ ഇങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് വിരുന്ന് വന്ന, വെക്കേഷനൊക്കെ അല്ല. അപ്പോൾ വിരുന്നിന് വന്നാൽ ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവളെ ഇഗ്നോർ ചെയ്യുക? ഞാൻ ഇഗ്നോർ ചെയ്യണം, കോമഡി ആക്കണം എന്നൊക്കെ വിചാരിച്ചാൽ, ഇഗ്നോർ ചെയ്തിട്ട് വ്ളോഗിൽ ആക്കണമെന്ന് വിചാരിച്ചാൽ. പക്ഷേ ഞാൻ ഇപ്പോൾ എങ്ങനെ ഇഗ്നോർ ചെയ്യാം? മൊബൈൽ ഇട്ടി നീ ഫസ്റ്റ് എന്താക്കും? ഈ
ഫാനിന്റെ സൗണ്ട് കൊണ്ട് പറയണ കേൾക്കണ്ടെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ആളു, നീ പറഞ്ഞാൽ ഈ അങ്ങോട്ട് കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തോളൂ. ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ഇവരെ ആലോചിക്കണില്ല. ഇപ്പൊ ആലോചിക്കാനുള്ള സമയമായിട്ടില്ല. ഞാനൊക്കെ നോക്കി ഇവിടെ പ്രായത്തില് ഇവിടെ ഒന്നും രണ്ടാമത് പറയുമ്പോ ഒന്നുമില്ല, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകള്. ഒന്നര രണ്ടാമത് പറയുമ്പോട്ടല്ലോ ഒന്നുമില്ല, പിന്നെ അല്ലെങ്കിൽ ഒരുമാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇപ്പോ ഞാൻ എന്തായിരുന്നു പറയാൻ വന്നത്, ഞാൻ മറന്നുപോയി. എന്തോ കാര്യമായിട്ട് പറയാൻ വേണ്ടിന്നാ. ഞാനൊക്കെ ഇവിടെ പ്രായത്തിലുണ്ടല്ലോ, എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ ടെൻഷനായിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി. നീ ഇപ്പൊ എത്രയില്? ഇനി ഇവിടെ 8ലേക്കാട്ടോ. ഞാൻ 7 6 പഠിച്ചോണ്ടിരിക്കുമ്പോണ്ടല്ലോ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച ഡിപ്രഷൻ, അത് വേറെ ടൈപ്പ് കുറെ ടൈപ്പ് ഉണ്ട്. മച്ചാനെ ഞാനൊന്ന് പറയട്ടെ മച്ചാനെ, ഞാൻ പറഞ്ഞു തരിക്കട്ടെ. ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടല്ലോ എനിക്കെന്താ പറയുക, ശ്വാസം മുട്ടൽ തുടങ്ങി. രാത്രി രാവും പോലും എനിക്ക് ശ്വാസം അധികം കിട്ടാതായി. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പറഞ്ഞ് എനിക്കെന്താ ശ്വാസം മുട്ടലാന്ന് പറഞ്ഞത്. എന്താ നെഞ്ചൊക്കെ ഇടിക്കണ പോലെയൊക്കെ ഇങ്ങനെ തോന്നുക. അതേപോലെ കഴിഞ്ഞ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, നെഞ്ചൊക്കെ ഇടിക്കണ പോലെ ഇങ്ങനെ തോന്നുക. ഡോക്ടർ പറഞ്ഞ് ഇത് ടെൻഷൻ്റെ ആണ്, ഓവർ തിങ്ക് ചെയ്യണം, ഇങ്ങനെ കുറയ്ക്കുന്നൊക്കെ. എനിക്കതിനെ കുറയ്ക്കാൻ പറ്റണ്ടേ മച്ചാനെ, ഞാൻ പറയട്ടോ മച്ചാനെ. എന്താണ് മാളോ, ഞാൻ ഒന്ന് പറയട്ടെ. ഇങ്ങനെ ടെൻഷൻ്റെ ആണ്, വേറെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കും. എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ഞാൻ ആലോചിച്ചോണ്ട് നിൽക്കും. വീടിനെ കുറിച്ച് വീട്ടുകാരെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കും. അപ്പോൾ ഫുള്ള് ടെൻഷനായി. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യേണ്ട വന്നു വെച്ചാൽ ചെയ്യേണ്ട വന്നു. അതാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര പൈസ ഇല്ലേലും കാര്യമില്ല. എല്ലാവരും പോണത് എങ്ങോട്ടാ? ദുബായിക്ക്. ദുബായ് അല്ല ഞാൻ പറയണേ, കൊറിയ ഞാൻ പറയണേക്ക്. ഞാൻ പറയണേക്ക് പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും കുറെ കാലം കഴിഞ്ഞ് എങ്ങോട്ടാ പോവാ? പൈസ ഉള്ളവർക്ക് മാളോ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, പൈസ എത്ര ഉണ്ടാക്കിയും കാര്യമില്ല, പൈസ എത്ര ഇല്ലേലും കാര്യമില്ല. പൈസ എത്ര ഇല്ലേലും ജീവിക്കാൻ പൈസ വേണം, അത് വേറെ കാര്യം. പൈസ എത്ര ഉണ്ടെങ്കിലും ഇല്ലേലും കാര്യമില്ല. എല്ലാവരും പോണത് മണ്ണിൻ്റെ അടിക്ക് തന്നെയാണ്, അത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഈഗോവും പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ, കുറ്റം പറിച്ചിലും അങ്ങനത്തെ നെഗറ്റീവ് ഒരു സാധനവും മനസ്സിലാക്കണ്ട. ഫുള്ള് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തോ. ഒരു ലൈഫ് കിട്ടുള്ളൂ, അത് അടിച്ച് പൊളിക്കുക. ഓക്കെ, മനസ്സിലായോ? എന്ത് ഒരു ലൈഫേ കിട്ടുള്ളൂ, അത് നമ്മൾ അടിച്ച് കളിക്കാം. അല്ല നീ ഇത് ഡാൻസ് കളിക്കാൻ മച്ചാനെ, അല്ല മച്ചാനെ നീ ഇത് ഡാൻസ് കളിച്ചേ, ഇങ്ങനെ ഡാൻസ് കളിക്ക. എന്താ ഇവിടെ ബോറടിക്കാൻ മാറിയില്ലേ? ബോറടി മാറിയില്ലേ? അല്ലേ നല്ല മാറിയില്ലേ ബോറടി? നേരത്തെ ബോറടിക്കണ്ട് പറഞ്ഞിട്ട് ഇവിടെ കടന്നുറങ്ങിയിരുന്നു ഇവിടെ. ഇപ്പൊ നല്ല ബോറടി മാറിയില്ലേ? ബോറടി മാറ്റുന്നേ, അതാണ് ഞാൻ. ഏയ് അങ്ങോട്ട് എത്തൂല, ഇങ്ങോട്ടാ സമയായി, നാളെ വാ ട്ടോ. മേലിന് ബോസ് ഇപ്പൊ എനിക്ക് വിളക്കത്തിക്കണം. 6 മണി ആയിട്ടുണ്ട്. അമ്മ ഇവിടെ തുടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിളക്കത്തിക്കണമല്ലോ, വിളക്കത്തിക്കണം. ഇപ്പൊ 9 മണി കഴിഞ്ഞിട്ട് കേട്ടോ. ഞങ്ങളിപ്പോ കിടക്കാൻ പോവുകയാണ്. കാരണം എന്താ അറിയോ, നാളെ രാവിലെ 3:30 എണീക്കാനുള്ളതാണ്. കാരണം എന്താ അറിയാം, 3:30 എണീക്കാനുള്ളത്. മലേൻ്റെ മേൽക്കാണ് കയറാൻ പോകട്ടോ. മലയേറ്റാണ്, April 1 മലയേറ്റാട്ടോ. അപ്പോൾ മലയേറാൻ വേണ്ടി എല്ലാവരും റെഡി ആയിക്കാട്ടോ. അവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. മല കയറുമ്പോൾ കഴിക്കാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ റൂമിൽ ഞാനുണ്ട്, ഉണ്ണിയുണ്ട്, അച്ചുണ്ട്. ഞാൻ കാണിച്ചത് ആരാന്നൊക്കെ. അച്ചു ഇതാ മൂലയിൽ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കണ്. ഉണ്ണി ഇതാ ഇവിടെ ഹെഡ്സെറ്റ് എന്തൊക്കെയോ റെഡി ആക്കി കൊണ്ടിരിക്കണ് എയർപോർട്ട്സിലെ. രണ്ടാളും നേരത്തെ കടന്നോ, രാവിലെ നേരത്തെ എണീക്കാനല്ല. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് രാവിലെ പോകുമ്പോൾ കഴിക്കാനും കുടിക്കാനുള്ള സാധനങ്ങളാട്ടോ സെറ്റാക്കി വെച്ചത്. ഇത് സ്പ്രൈറ്റ് ഉണ്ണി മേടിച്ചിട്ടുണ്ട്. സ്പ്രൈറ്റ് ഉണ്ണീൻ്റെ വക കേട്ടോ. പിന്നെ ഈ ചിപ്സ് എൻ്റെ വക. ഈ മിക്സർ അച്ചുവിൻ്റെ വക. പിന്നെ ഈ ബിസ്ക്കറ്റ് ഉണ്ണീൻ്റെ വക, ക്രീം ബിസ്ക്കറ്റ്. ഇപ്പം തന്നെ കടന്നു തുടങ്ങിയാലാണ് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ അറിയില്ലേ, രാവിലെ നേരത്തെ എണീറ്റിട്ട് വേണം നമുക്ക് നേരെ മലേൻ്റെ മേലെ കയറാനുള്ളതാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം റെഡിയായി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉറങ്ങൂല, ഇപ്പോൾ വ്ളോഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുള്ളൂ കേട്ടോ.
എത്ര നേരം വൈകി ഉറങ്ങിയാലും എത്ര നേരത്തെ എണീറ്റാലും ഉറങ്ങിയാലും എത്ര നേരം വൈകി എന്ത് ചെയ്താലും ഞാൻ വ്ളോഗ് ഇന്ന് അപ്ലോഡ് ആക്കിയിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. അത് എത്ര സമയമാണേലും എത്ര നേരം പുലരും വരെ നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അത് ഉറക്കം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വ്ളോഗ് അപ്ലോഡ് ആക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങുള്ളൂ. ഉറക്കം കിട്ടിയാലും കുഴപ്പമില്ല, എന്ന് പറഞ്ഞ പോലെ തന്നെ ഉറക്കം കിട്ടിയാലും കുഴപ്പമില്ല, വ്ളോഗാണ് എനിക്ക് മുഖ്യം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ വ്ളോഗ് ക്ലോസ് ചെയ്യണമല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത് നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.